ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴുള്ള ഒരു ഡൗട്ടാണ്, എന്താണ് ഈ മെക്കാനിക്കൽ സ്ട്രാറ്റജി. ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് എസ്പെഷ്യലി ഞാൻ മെക്കാനിക്കൽ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും കുറേ ആളുകൾക്ക് ഇതെന്താണ് എന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പം ഞാനിടുന്ന സ്റ്റോറീസിലാണെങ്കിലും അതിൻ്റെ റീൽസിൻ്റെ അടിയിലാണെങ്കിലും വരുന്നൊരു 2-3 കമൻസ് ഉണ്ട്. അതായത് ബ്രോ പറയുന്നത് നിങ്ങൾ മെക്കാനിക്കൽ സ്ട്രാറ്റജി ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് സ്റ്റോപ്പ് ലോസും TP ഒക്കെ എടുത്ത് ചേഞ്ച് ചെയ്യുന്നത്. ന്യായമായ ചോദ്യമാണ്. അതായത് ഒരു മെക്കാനിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണ് എൻട്രി, എവിടെയാണ് എക്സിറ്റ്, എവിടെയാണ് ഈ പറയുന്നത് ലൈക്ക് TP or SL എല്ലാം എവിടെയാണെന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയി. അതാണ് ശരിക്കും മെക്കാനിക്കൽ സ്ട്രാറ്റജി. അതായത് നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല. ലൈക്ക് നമ്മളൊരു റൂൾ ബേസ്ഡ് സിസ്റ്റം, ഞാൻ ചെയ്യുന്നത് റൂൾ ബേസ്ഡ് സിസ്റ്റം തന്നെയാണ്. അതിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് അറിയാം. ചില റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നത് SL ട്രെയിൽ ചെയ്യുന്നു, അതുപോലെ TP ട്രെയിൽ ചെയ്യുന്നു, മൾട്ടിപ്പിൾ പൊസിഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു എക്സിക്യൂഷൻ പാർട്ടാണ്. ഓക്കെ, അതായത് നിങ്ങൾ എങ്ങനെ എക്സിക്യൂഷൻ നടത്തുന്നു, ലെറ്റ്സ് IC, SMC, ഇതെല്ലാം കോൺസെപ്റ്റ്സ് ആണ്. അതായത് നമുക്ക് ഒരു ട്രേഡ് എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ എല്ലാ ഔട്ട്പുട്ട് എന്താണ്, ഒന്നെങ്കിൽ ഒരു ട്രേഡ് എടുക്കുക, SL TP അടി, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ടിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തും ആയിക്കോട്ടെ അതിന് നമുക്ക് കോൺസെപ്റ്റ് എന്ന് പറയാം. എന്തുകൊണ്ട് SL TP കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ട്രേഡ് മാനേജ്മെന്റ്. ഒരുപാട് ആളുകൾക്ക് അതിനെപ്പറ്റി ക്ലിയർ ഒരു ധാരണയില്ല. എന്താണ് ട്രേഡ് മാനേജ്മെന്റ്? റിസ്ക് മാനേജ്മെന്റ്, ട്രേഡ് മാനേജ്മെന്റ്, ഇത് രണ്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കിയിരിക്കുക. ട്രേഡ് മാനേജ്മെന്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആയി, എന്റെ സ്റ്റാറ്റിക് റിസ്ക് റിവാർഡ്, അതായത് എന്റെ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൽ 1:2 ആണ് എന്റെ റിസ്ക് റിവാർഡ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനിപ്പോൾ മാർക്കറ്റിൽ ഇരിക്കുവാണ്, അതായത് ഞാൻ വാച്ച് ചെയ്യുവാണ്, ഞാനൊരു 1 മിനിറ്റ് ആണ് ട്രേഡ് ചെയ്യുന്നത് വിചാരിക്കാം. സോ ഈസി ആയിട്ട് നമുക്ക് 1:2 സെറ്റപ്പ് ലൈവിൽ തന്നെ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സിറ്റുവേഷനിൽ ഞാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, എനിക്ക് എന്റെ ട്രേഡ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോകുന്ന ആ ഒരു ഇമ്പൾസ് മൊമെന്റം അല്ലെങ്കിൽ വോളിയം നല്ല ഹൈ ആണ്. നല്ല ഹൈ ആണ്, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, മാർക്കറ്റ് 1:2 എബോ 1:4 5 ഒക്കെ പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അവിടെ ട്രേഡ് മാനേജ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സ്റ്റാറ്റിക് റിസ്ക് റിവാർഡ് വെച്ച് കഴിഞ്ഞാൽ സക്സസ് ആവത്തില്ല, കൺസിസ്റ്റൻസി കിട്ടത്തില്ല എന്നല്ല. പക്ഷേ ഇതുപോലുള്ള റെയർ കേസ് സിനാരിയോസും ഉണ്ട്. ട്രെയിൽ ചെയ്യേണ്ടടുത്ത് ട്രെയിൽ ചെയ്യണം. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ ഒരു ഗെയിമിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഗെയിം എന്താണെന്ന് തിരിച്ചറിയാം.